ഇത് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു മീൻ പിടുത്തമുണ്ടാ. നമ്മുടെ അടുത്ത് ഞാഞ്ഞൂളൊന്നുമില്ല. നമ്മുടെ കിട്ടിയൊരു സാധനം കൊണ്ടാണ്ടാ ചൂണ്ടിടണേ. നോക്കിക്കോട്ടെ, നമ്മൾ ചൂണ്ടിടണേക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ തട്ടി ഒന്ന് ഇങ്ങനെ ഇളക്കണം. അപ്പം മീനുകളും ശബ്ദം കേൾക്കുമ്പോൾ ഈ ചൂണ്ടയുടെ അടുത്തേക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ സാധനം. എന്തെന്ന് പറയാൻ പറ്റുമെന്ന് നോക്കിക്കോട്ടെ. ഇതിട്ട് കഴിഞ്ഞാൽ എന്തായാലും മീൻ കിട്ടും. നമുക്ക് ഞാഞ്ഞൂളൊന്നും വേണ്ട. ഇത് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ കല്ലുരുട്ടീനൊക്കെ പിടിച്ചെടുക്കാം. കല്ലട എന്നൊക്കെ പറയും ചിലയിടത്ത്, കല്ലുരുട്ടി, അങ്ങനെ പല പല പേരുകളിൽ പറയും. കറൂപ്പ് എന്നൊക്കെ പറയും. സിമ്പിളായിട്ട് പിടിക്കും കേട്ടത്. സൂപ്പറായിട്ട് മീൻ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. നിങ്ങൾ ഇതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മീൻ കിട്ടും. ചെയ്ത് നോക്കാം. ഞാൻ ഇട്ടപ്പോൾ തന്നെ ഒരു വലിയ കല്ലട കിട്ടിയതേ. നൈസ് കല്ലട, സൂപ്പറല്ലേ നോക്കിയേ. ഉണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള കല്ലട ഉണ്ട്. കല്ലുരുട്ടി എന്നൊക്കെ പറയും. നല്ല സൂപ്പർ സാധനം. അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൈസ് കല്ലടയുണ്ട. നമ്മുടെ കൈമ ഇപ്പം ഞാഞ്ഞൂളിട്ട് മീൻ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈമൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഇതിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വെളിച്ചെണ്ണയുടെ ഒരു മണം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇതേപോലെ ഇട്ട് പിടിച്ചു നോക്കണം കേട്ടാ. കല്ലട കണ്ട സൂപ്പർ. ഇങ്ങോട്ട് കാണിച്ചു സംഭവം. കല്ലട ഉപയോഗിച്ചിട്ടുള്ള മീൻ പിടുത്തോണ്ട. ആദ്യം മുളകടയുടെ ഇത്തിരി എടുത്തിട്ട് ഞാൻ റൗണ്ടാക്കി ബോളാക്കാം. ഞാൻ ബോളാക്കിയിട്ട് ചെറുതായിട്ട് ബോളാക്കി ഈ കുളത്തുമ്പോൾ ഇങ്ങനെ പിടിക്കുക. നിർത്തി ഇങ്ങനെയൊക്കെയുണ്ട്. സൂപ്പറായിട്ട് ചൂണ്ടിടും. വലിയ പാടാ ഗൈസ്. ഇട്ടിടുന്ന് കാണിച്ചു. ആർക്കടെ വെച്ച് കല്ലട അപ്പൊ ബാക്കി എടുക്കാം. ശരിക്കും കിട്ടില്ല. ഇനി വേറെ കല്ലടയാണ്. കല്ലട മതി.